ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുക? ഞാൻ എന്നത്തെയും പോലെ രാവിലെ തന്നെ എണീറ്റുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കണ്ട. നമ്മൾ ഇന്നലെ വൈകുന്നേരം പടവലങ്ങ തോരൻ വെച്ചതും മീൻകറി വെച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വലിച്ചു നീട്ടൊക്കെ വേണ്ടുള്ളൂ. പിന്നെ അത് വേഗം നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ പടവലങ്ങ തോരൻ നമ്മൾ നല്ലോണം സിമ്മിലിട്ടിട്ട് തീ കുറച്ച് വെച്ച് പതുക്കെ പതുക്കെ ചൂടാക്കിയെടുത്തു. കാരണം ഉച്ചയാകുമ്പോഴേക്കും കേട് വരാണ്ടൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ അതങ്ങനെ ചൂടാക്കാൻ വെച്ചു. പിന്നെ അതേ മീൻകറി വലിച്ച് നീട്ടാന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ചാറ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ചാറുണ്ടാക്കണം. അതിന് നമ്മൾ ആദ്യം മീൻകറി ഉണ്ടാക്കണ പ്രോസസ്സില്ലേ, അതായത് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ചതച്ചിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ചൂടാക്കി വെള്ളമൊക്കെ ഒഴിച്ച് നേരെ ഈ പഴയ മീൻകറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ എന്താ പറയുക, പഴയ മീൻകറിയിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ചൂടാക്കി എടുത്ത് ചാറുണ്ടാക്കുന്ന പോലത്തെ ഒരു വെള്ളച്ചൊവ ഉണ്ടാവില്ല. സാധാരണ മീൻകറി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 കഷ്ണം പുളിയും കൂടി ഇടുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ മിറ്റടിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇന്ന് പുറകിൽ നിന്നാട്ടോ മിറ്റടിച്ച, ഫ്രണ്ടിൽ നിന്നല്ല ഇന്ന് അടിക്കാറ്. അപ്പോൾ ഇന്ന് ബാക്കിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ എണീക്കണതിന് മുന്നേ ഇതൊക്കെ തീർത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ അവൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ അത് കാരണമാണ് മിറ്റമൊക്കെ അടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എണീറ്റു. അപ്പോൾ ഞാൻ TV ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ്റെ സ്ഥിരം പ്രഭാത പൂജ അവൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചിക്കൻ ഇച്ചിരി വറക്കാതിരിക്കണമായിരുന്നു, അത് വറക്കാൻ വെച്ചു. പിന്നെ അതേ കാപ്പി വെച്ചു. ഈ ദോശമാവ് നമ്മൾ മിനിങ്ങാന്ന് അരച്ചതാട്ടോ. അപ്പോൾ ഇന്നെടുത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും അത് കേടുവരും. അപ്പോൾ ഇച്ചിരി ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചട്നി മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊട്ടിത്തെറി കാര്യങ്ങളുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ട് ദോശ മാത്രം ഉണ്ടാക്കാണ്ടായുള്ളൂ. അപ്പോൾ ദോശ ഉണ്ടാക്കണതിൻ്റെ കൂടെ ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ടു. സ്റ്റൗവിൻ്റെ മുകളിലും ചുമരും കാര്യങ്ങളൊക്കെ തുടച്ചൊക്കെ അവസാനിപ്പിച്ചിട്ടു. പിന്നെ ഇവിടെ മിണ്ടുമ്പോൾ കറണ്ട് പോണ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു. അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുണ്ടായില്ല കേട്ടോ. പിന്നെ അതേ ദോശയൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ ചുട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചോറാക്കി പകുതി ആയപ്പോഴേക്കും കറണ്ടൊക്കെ പോയി. പിന്നെ കറണ്ടൊന്നും വന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.